എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൂ പോലെ സോഫ്റ്റായ നല്ലൊരു ഇഡ്ഡലിൻ്റെ റെസിപ്പിയാണ്. പൂ പോലെ സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഈ ഒരു ഇഡ്ഡലി. ഒരുപാട് പേര് ഇഡ്ഡലി ഉണ്ടാക്കൽ അരി വേറെ കുതിർത്തും, അതുപോലെ ഉഴുന്ന് വേറെ കുതിർത്തും, എന്നിട്ട് അരി വേറെ അരക്കും, അതുപോലെ ഉഴുന്ന് വേറെ അരക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കൽ. അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കൽ ഒരു പാട് തന്നെയാണ്, നമുക്ക് മടി വരും ഇഡ്ഡലി ഉണ്ടാക്കാൻ. ഇത് അങ്ങനെയൊന്നുമല്ല, ഇഡ്ഡലി ഉഴുന്നും അരിയും എല്ലാം ഒന്നിച്ച് കുതിർത്തി ഒന്നിച്ച് അരച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ്, അതുപോലെ നല്ല പോലെ സോഫ്റ്റുമാണ് ഈ ഒരു ഇഡ്ഡലി. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള അരിയും ഉഴുന്നൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചരി എന്ന് പറയുമ്പോൾ വൈറ്റ് റൈസ്, നിങ്ങൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് അതിന് അളന്നിട്ട് എടുക്കുക. പിന്നെ 2 കപ്പ് പച്ചരി എടുക്കുമ്പോൾ 1/2 കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂറോളം കുതിരാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. അരി നമ്മൾ കുതിരാനായിട്ട് അടച്ച് മാറ്റി വെച്ചിട്ട് 5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അരിയും ഉഴുന്നും ഉലുവയും എല്ലാം നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലെ വെള്ളം മുഴുവനും അങ്ങ് ഊറ്റിക്കളയുന്നുണ്ട്. ഒന്നിക്കിൽ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം, അല്ലെങ്കിൽ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അരക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് കപ്പിനാണോ അരിയെടുത്തിന് ആ കപ്പിന് 2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. അഥവാ ചോറ് കുറവാണെങ്കിൽ 1 കപ്പ് ചോറോ അല്ലെങ്കിൽ 1.5 കപ്പ് ചോറോ ചേർത്ത് കൊടുക്കുക. ഞാൻ 2 കപ്പ് അരിക്ക് 2 കപ്പ് ചോറ് തന്നെ ചേർത്ത് കൊടുക്കലുണ്ട്. ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കഴിച്ചാലും മതി വരില്ല. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ഇഡ്ഡലി. അങ്ങനെ ചോറ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതാ ഇതുപോലെ മിക്സീൻ്റെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മിക്സീൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് 1-2 പ്രാവശ്യം ഇട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ പകുതിയോളം അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുങ്ങിക്കിടക്കുന്നതിലും കുറവായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കൂടിപ്പോകരുത്, മുങ്ങിക്കിടക്കുന്നതിലും കുറവായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അരി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനിതാ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരച്ച അരി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്ര കട്ടിയിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്, ഒരുപാട് ലൂസായി പോകരുത്. അരി മുഴുവനും അരച്ചൊഴിച്ചതിന് ശേഷം ഞാനിതാ കൈ വെച്ചിട്ട് ഒന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ അടിച്ചു കൊടുക്കുക, കുറച്ചൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 6-7 മണിക്കൂറോളം പുളിച്ച് പൊങ്ങാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും പുളിച്ച് പൊങ്ങാൻ. ചൂടൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ ഒരു 5 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ ഇതാ ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവിത നന്നായിട്ട് തന്നെ പുളിച്ച് പൊങ്ങി അടിപൊളി ഇഡ്ഡലിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരത്തേക്കാണെങ്കിൽ ഒരു 12 മണിക്കെല്ലാം അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 മണിയാകുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. രാവിലത്തേക്കാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് അരച്ച് വെച്ചാൽ മതി. ഇനി ഞാനിതാ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു മാവ് കാണാൻ വേണ്ടിയിട്ട് ഇതാ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഇഡ്ഡലിൻ്റെ മാവാണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു മാവ് ഇഡ്ഡലിക്ക് മാത്രമല്ല കേട്ടോ, ഈ ഒരു മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കാം, അതുപോലെ വെള്ളയപ്പം ഉണ്ടാക്കാം, അതുപോലെ പിന്നെ മസാല ദോശ, ഗീ റോസ്റ്റ്, അങ്ങനെ എല്ലാം ഈ ഒരു മാവ് കൊണ്ട് തന്നെ ഉണ്ടാക്കാം. പക്ഷേങ്കിൽ ഈ ഒരു മാവ് കൊണ്ടാണ് അതൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഓരോന്നിനും ഓരോ കണക്കുണ്ട്. നമ്മളിപ്പോൾ മസാല ദോശക്കുള്ള ദോശയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൽ കുറച്ച് ഷുഗറെല്ലാം ചേർത്ത് കൊടുക്കും, നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മാവ് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ കറക്റ്റായിട്ടുള്ള എല്ലാം കാണിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാം. അങ്ങനെ മാവ് നന്നായിട്ട് ഉപ്പെല്ലാം ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഇതുപോലത്തെ ഇഡ്ഡലി തട്ടാണ് എടുത്തിന്, അതിൽ അല്പം ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ടേനു. അതിനുശേഷം ഇതാ ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ തട്ടിലേക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനില്ലേ ഇഡ്ഡലി രാവിലെ മാത്രമല്ല രാത്രിയും അധികവും ഉണ്ടാക്കലുണ്ട്. ഇവിടെ മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇഡ്ഡലി. നമ്മൾ കടയിൽ പോയിട്ട് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ശരവണയിലും അതുപോലെ സംഗീതയിലെല്ലാം പോയിട്ട് ഇഡ്ഡലി
നല്ല രുചിയോടെ വാങ്ങി കഴിക്കലില്ലേ. അപ്പോൾ അതുപോലെ തന്നെ അതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു ഇഡ്ഡലിക്ക്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവും, ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അങ്ങനെ എല്ലാ ഇഡ്ഡലി തട്ടിലേക്കും ഞാൻ മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇത് സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഞാനൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഈ ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ഇഡ്ഡലിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിക്കോളും. അങ്ങനെ ഇതാ 10 മിനിറ്റിന് ശേഷം ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടേനു. അടുപ്പ് ഓഫ് ആക്കിയിട്ട് ഒരു 5-6 മിനിറ്റെല്ലാം കഴിയുമ്പോൾ ഒന്ന് തുറന്നാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് തുറക്കുമ്പോൾ കൈക്ക് ആവി കയറും. അതുകൊണ്ട് ഒരു 5 മിനിറ്റെല്ലാം ഓഫാക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറക്കുക. എന്നിട്ട് ഇഡ്ഡലി തട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് ഓരോന്നും എടുത്തിട്ട് മാറ്റി മാറ്റി വെക്കുക. എന്നിട്ട് അത്യാവശ്യം ഒന്ന് ചൂട് പോയതിന് ശേഷം ഇളക്കിയെടുക്കുക. ചൂടോടെ ഇളക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കിട്ടൂല, ആ ഒരു തട്ടിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഒന്ന് ചൂട് പോയതിന് ശേഷം ഇളക്കിയെടുക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി വന്നോളും. അങ്ങനെ ഇതാ ഇഡ്ഡലിയെല്ലാം ഞാൻ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രത്തോളം സോഫ്റ്റ് ഉണ്ട് ഈ ഒരു ഇഡ്ഡലിയെന്ന്. നല്ല സോഫ്റ്റുള്ള നല്ലൊരു ഇഡ്ഡലിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്നിയാണ് ഉണ്ടാക്കിയത്. ചട്നിയും സാമ്പാറും ഉണ്ട്. തേങ്ങയൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചട്നീൻ്റെ റെസിപ്പിയാണ്. ഈ ചട്നീൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുക, അതുപോലെ തന്നെ ചട്നി ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.